മസ്കറ്റിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് ഈ മൃതദേഹം നാട്ടിലെത്തിയത്? പ്രതിഷേധം എപ്പോഴാണ് ആരംഭിച്ചത്? ഇപ്പോഴും പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? മൂർത്തി ഇന്ന് രാവിലെയോട് കൂടിയാണ് മൃതദേഹം നാട്ടിലെത്തിയത്. ഏകദേശം 7:30 കൂടിയാണ് മൃതദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ സെക്ഷനിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹം, അതായത് ഈ നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരത്ത് തന്നെ ഈഞ്ചകയിലുള്ള എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ കുടുംബ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കാര്യം അതായത് 8-ാം തീയതി ഉണ്ടായ ഈ ഒരു എയർ ഇന്ത്യയുടെ അപ്രതീക്ഷിത സമരത്തെ തുടർന്നാണ് അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന നമ്പി രാജേഷിന്റെ അടുത്തേക്ക് ഭാര്യ അമൃതയ്ക്ക് എത്താൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ ഈ നമ്പി രാജേഷിന്റെ അവസാന നാളുകളിൽ കുടുംബത്തിന് അവരോടൊപ്പം ആയിരിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ നമ്പി രാജേഷ് അവിടെ വെച്ച് മരണപ്പെടുന്നു. അതിനുശേഷമാണ് ഈ കുടുംബം ഇത്തരത്തിലൊരു സമരവുമായി എത്തി. അതായത് തിങ്കളാഴ്ചയോട് കൂടി നമ്പി രാജേഷ് മരണപ്പെടുന്നു. ചൊവ്വാഴ്ചയാണ് ഈ ഒരു വിവരം നാട്ടിൽ അറിയുന്നതും. ഇതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ഇടപെട്ട് നിന്നതാണ്. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെയോട് കൂടി ഈ ഒരു മൃതദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ സെക്ഷനിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൃതദേഹവുമായി ഇവിടെ ഈഞ്ചയ്ക്കിലുള്ള ഈ ഓഫീസിൽ കുടുംബം സമരവുമായി എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി ഈ ഒരു മൃതദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ ഉണ്ടാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം ഈ ഒരു അപ്രതീക്ഷിത നീക്കവുമായി പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടോ? യാത്ര മുടങ്ങിയ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ പ്രതിഷേധത്തിൽ? ഇതിപ്പോ നിലവിലുള്ളത് കുടുംബാംഗങ്ങളാണ്. ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് അമൃതയുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സമരത്തിന് എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇവരുടെ നാട്ടുകാരും ഈ കരമന നെടുങ്കാട് സ്വദേശികളാണ് നമ്പി രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടെ സമരവുമായിട്ട് എത്തിയിട്ടുണ്ട്. ജിബിൻ, അമൃതയ്ക്ക് ഇവിടുന്ന് യാത്ര തടസ്സപ്പെട്ടത് ഈ എയർ ഇന്ത്യയുടെ ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ്. ഇതുവരെയും ആ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലെങ്കിലും ഈ എയർലൈൻ അധികൃതർ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണോ? 8-ാം തീയതിയാണ് അമൃത ഭർത്താവിന്റെ അടുത്ത് മസ്കറ്റിലേക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് മസ്കറ്റിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. 8-ാം തീയതി രാവിലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇത് റദ്ദാക്കിയ കാര്യം, ഈ ഒരു വിമാനം റദ്ദാക്കിയ കാര്യമൊക്കെ തന്നെ ഇവർ അറിയുന്നത്. ഇതിനുശേഷമാണ് അമൃതയ്ക്ക് 9-ാം തീയതി വീണ്ടും ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് ക്രമീകരിച്ച് നൽകാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു ടിക്കറ്റും റദ്ദാക്കിയാണ് ഉണ്ടായത്. ഇത് എയർ ഇന്ത്യ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എയർ ഇന്ത്യ അവരുടെ അനാസ്ഥ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അതിന് നമ്മൾ പ്രതിഷേധിക്കുകയും ചെയ്യും. 8-ാം തീയതി ഇപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ ടിക്കറ്റ് റദ്ദാക്കുന്നു. അതിനുശേഷം 9-ാം തീയതി ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും റദ്ദാക്കി. അതിനുശേഷം യാതൊരുവിധ പ്രതികരണങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെയ്ക്കും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന്. ഈ ഒരു മരണവിവരം അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. ആരും ഇതുവരെയ്ക്ക് ഇപ്പോഴാണ്. ഇപ്പൊ ഞാൻ അമൃതയുടെ അച്ഛനാണ്. അതെ, ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അവരെല്ലാവരും വീട്ടിലുണ്ട്. നിങ്ങൾ വേറെ ആരും ഇല്ല. ഇതെന്റെ 8-ാം തീയതി അമൃതയോടൊപ്പം ചേട്ടൻ എന്ന വിമാനത്താവളത്തിലുണ്ടായിരുന്നു. എന്താണ് അന്ന് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്? പ്രതികരണം, അവര് ആ സമയത്ത് അവിടെ നിൽക്കുന്ന വ്യക്തികളെ ഓരോ ഡേറ്റ് ഇട്ട് കൊടുക്കുക എന്നത് മാത്രമാണ് അവരെ ലക്ഷ്യം. പരിഹാരം എന്നുള്ളത് ഒന്നുമില്ല, പരിഹാരമില്ല. അവര് 10-ഉം 12-ാം തീയതിയും 15-ാം തീയതിയും 20-ാം തീയതി അങ്ങനെ ഡേറ്റ് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ സമയത്ത് അവിടെ നിന്ന് ജനക്കൂട്ടങ്ങളെ പിരിച്ചുവിടണം. മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട വ്യക്തികളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടി മാത്രമാണ് അവർ ഡേറ്റ് ഇട്ട് കൊടുത്തത്. ഞങ്ങൾക്കും അങ്ങനെ ഡേറ്റ് ഇട്ട് തന്നായിരുന്നു. അടുത്ത ദിവസം ഡേറ്റ് ഇട്ട് തന്നായിരുന്നു. 9-ാം തീയതി തന്നായിരുന്നു. 9-ാം തീയതി ഞങ്ങൾ പോയായിരുന്നു. അന്നും പ്ലെയിന് ക്യാൻസൽ ആയിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്? പെട്ടെന്നാണ് ഈ തീരുമാനം. എന്താണ് ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണോ? മൃതദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ്? ഈ ഇവിടുത്തെ പ്രതിഷേധം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയതിന് ശേഷമാണ് കൊണ്ടുപോയിട്ടാണ് മറ്റുള്ള കർമ്മങ്ങളും വീട്ടിലുള്ള ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ശ്മശാനത്തോട്ട് കൊണ്ടുപോകണം. നിലവിൽ എയർ ഇന്ത്യ അധികൃതർ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എയർ ഇന്ത്യ മാനേജർക്ക് ഞങ്ങള് സഹോദരി ഈ പുള്ളി മരിച്ചതായിട്ട് മെസ്സേജൊക്കെ അയച്ചായിരുന്നു. ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കസ്റ്റമറെ
അവരെ ചീറ്റ് ചെയ്യുകയാണ്. മോത്തി നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് 8-ാം തീയതി രാവിലെയോട് കൂടിയാണ് ഈ എയർ ഇന്ത്യയുടെ അപ്രതീക്ഷിത സമരമൊക്കെ തന്നെ ആരംഭിക്കുന്നത്. ഇതിനുശേഷമാണ് അതായത് 7-ാം തീയതി ആണ് ഈ നമ്പി രാജേഷിന് മസ്കറ്റിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം മസ്കറ്റിൽ തന്നെ നമ്പി രാജേഷ് ചികിത്സയിലായിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങളോട് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നമ്പി രാജേഷിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്പി രാജേഷിന്റെ ഭാര്യ അമൃതയെ അറിയിച്ചിരുന്നു. പക്ഷേ ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് 8-ാം തീയതി വൈകുന്നേരം പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവർ അവിടെ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം 4:30 കൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. ഈ ഒരു സമയത്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയ കാര്യം ഈ കുടുംബം അറിയുന്നത്. അവർക്ക് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ അതുവരെയും കിട്ടിയിരുന്നില്ല. വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വിമാനം റദ്ദ് ചെയ്തു എന്നുള്ള കാര്യം കുടുംബം അറിയുന്നത്. തുടർന്ന് അവിടെ 9-ാം തീയതി പുലർച്ചെ വരെ ഈ ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നതാണ് നമ്മളന്ന് കണ്ടത്. നമ്മൾ വന്ന് അമൃതയുടെ അമ്മയോടും ഒക്കെ തന്നെ സംസാരിച്ചതാണ്. അതിനുശേഷം 9-ാം തീയതി രാവിലെ വരെ ഈ ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് 9-ാം തീയതി വൈകുന്നേരം പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന എയർ ഇന്ത്യ അധികൃതർ അമൃതയെ അറിയിക്കുന്നത്. പക്ഷേ അന്നും ഇവർക്ക് പോകാനായി സാധിച്ചില്ല. ഈ ക്രൂ മെമ്പേഴ്സിന്റെ സമരം കാരണം 9-ാം തീയതി വൈകുന്നേരമുള്ള എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് വിമാനവും റദ്ദാക്കിയിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ നമ്പി രാജേഷിന്റെ ചികിത്സയിൽ കഴിയുന്ന നമ്പി രാജേഷിനെ കാണാൻ വേണ്ടി മസ്കറ്റിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് 2 ദിവസം മുൻപ് തിങ്കളാഴ്ച രാവിലെയോട് കൂടി നമ്പി രാജേഷിന് വീണ്ടും അസുഖബാധിതനാവുകയും താമസ സ്ഥലത്ത് തലകറങ്ങി വീഴുകയും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ചൊവ്വാഴ്ചയാണ് ഈ നമ്പി രാജേഷിന്റെ ഭാര്യ ഈ വിവരം അറിയിക്കുന്നത്. ഇവർ നിലവിൽ താമസിക്കുന്നത് കരമന് തന്നെയുള്ള നെടുങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഈ നമ്പി രാജേഷ് എന്ന് പറയുമ്പോൾ തമിഴ്നാട് മധുര സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മരണശേഷം കുട്ടിക്കാലത്ത് തന്നെ കരമൻ എത്തിയതാണ്. അവിടെ ഈ സ്വർണ്ണപ്പണികളുമായി നിന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മസ്കറ്റിൽ ഒരു ജോലി ശരിയാകുകയും അവിടെ ഒരു സ്കൂളിന്റെ IT അഡ്മിനായി ജോലി കിട്ടി അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്തത്. അമൃത ഇവിടെ തന്നെയുള്ള ഒരു നഴ്സിംഗ് കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികളാണുള്ളത്. ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഭർത്താവിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും ഇവർക്ക് ആ ഒരു അവസാന നിമിഷം പോലും ഭർത്താവിന്റെ അടുക്കൽ എത്തിപ്പെടാൻ പറ്റാതെ പോയ ഒരു അമൃതയുടെ വിഷമം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു കുടുംബം, അതായത് ഇവർ ഇത്തരത്തിൽ പലതവണ പ്രതിഷേധവുമായി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഔദ്യോഗികമായി ഒരു വിശദീകരണം നൽകിയിട്ടില്ല. നിലവിൽ ഈ നമ്പി രാജേഷ് മരണപ്പെട്ടു എന്നുള്ള കാര്യം പോലും ഇവർ അറിയിച്ചിട്ട് പോലും അതിനുപോലും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇടപെട്ടോട്ടെ, അതായത് ഈ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുമ്പോൾ ഈ അതിന്റെ അധികൃതർ ആരെങ്കിലും ഇടപെടുകയോ ഈ സമരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ പോലെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? പോലീസ് സ്ഥലത്തുണ്ടോ? മൂത്തി ഇതൊരു കുടുംബത്തിന്റെ ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. ഈ മൃതദേഹവുമായി എയർ ഇന്ത്യയുടെ ഈഞ്ചയ്ക്കിലുള്ള ഓഫീസിന് മുന്നിലെത്തി സമരം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനോ എയർ ഇന്ത്യ അധികൃതർക്കോ അത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് എയർ ഇന്ത്യയുടെ ഓഫീസിലുള്ളവർ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധമുള്ളതായി അറിയുന്നത്. അമൃതയുടെയും നമ്പി രാജേഷിന്റെ കുടുംബം ഈ ഒരു വിവരം മാധ്യമങ്ങളോട് പോലും ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരുന്നില്ല. തുടർന്ന് ഇവരുടെ മൃതദേഹത്തിന് പിന്നാലെ എത്തിയപ്പോഴാണ് ഈ ഒരു മൃതദേഹവുമായി ഇവർ ഈഞ്ചയ്ക്കിലുള്ള എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്ന കാര്യം നമ്മൾ പോലും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴാണ് എയർ ഇന്ത്യ അധികൃതരല്ല ഇവിടെ ജോലിക്കുണ്ടായിരുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് താഴേക്ക് എത്തിയതും ഈ ഒരു സംഭവം അറിയുന്നത്. ഇപ്പോൾ ഇവരുടെ അധികൃതരെ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എയർ ഇന്ത്യയുടെ ഒഫീഷ്യൽസോ അതുപോലെ തന്നെ പോലീസോ ഒന്നും തന്നെ സ്ഥലത്തെത്തിയിട്ടില്ല. ഈ കുടുംബം, അതായത് അമൃതയുടെ അച്ഛനും അമൃതയുടെ അമ്മയുടെ സഹോദരനും അതുപോലുള്ള ചില അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സമരവുമായി ഉള്ളത്. സമരം ഇങ്ങനെ തന്നെ തുടരാനാണോ അവരുടെ ലക്ഷ്യം? പ്രതിഷേധക്കാരുടെ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോ? മൂത്തി ഇന്ന് ഇവിടെ 7:30 കൂടി എത്തിച്ചേർന്ന മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം 12 മണിക്ക് മുൻപ് തന്നെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിക്കുമെന്നാണ് ഇവർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മൃതദേഹം ഇപ്പോൾ എയർ ഇന്ത്യ ഓഫീസിൽ മുന്നിൽ സമരവുമായി എത്തിയപ്പോഴാണ് ഇവർ പറയുന്നത്, അതായത് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പോകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്, എന്തുകൊണ്ട് ഇവർ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞിട്ട് പോലും കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ പോലും എത്തിയിട്ടില്ല. അതിനെല്ലാം അവർക്ക് ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി വേണം. അതിനുശേഷം മാത്രമേ ഈ ഒരു സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ശവസംസ്കാര നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുമെന്നും ഈ കുടുംബം അറിയിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് എന്തുകൊണ്ട് ഈ അമൃതയുടെ ഭർത്താവിനെ കാണാൻ അവസാന നിമിഷം പോലും അവിടേക്ക് എത്താൻ പറ്റിയില്ല, അതിനോട് അവർക്ക് ഒരു കൃത്യമായ മറുപടി വേണം. എന്തുകൊണ്ട് ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് പോലും
മരണ വാർത്ത അറിഞ്ഞിട്ട് പോലും എയർ ഇന്ത്യ അധികൃതർ കുടുംബത്തോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന സമരം തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റോളം പിന്നിടുന്നു. ഈ ഒരു സമയത്ത് പോലും ഇവിടെയുള്ള ഒഫീഷ്യൽസ് ആരും താഴേക്ക് വരാനോ ഈ കുടുംബവുമായി സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും, നമുക്ക് ബാക്കി കാര്യം നോക്കാമെന്ന് പറയാൻ പോലും ഇവിടെ ആരുമില്ല. അവർ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടുന്നു. പോവാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണാനോ അവരുമായി ഇക്കാര്യം സംസാരിക്കാനോ തയ്യാറായോ, അല്ലെങ്കിൽ അതിനെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പിന്തിരിപ്പിക്കുന്ന ശ്രമമോ മറ്റോ ഉണ്ടായോ? നിലവിൽ ഇവർ അകത്തേക്ക് കടക്കാനായി ശ്രമിച്ചിട്ടില്ല. ഈ ഇഞ്ചക്കൽ ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ ഈസ്റ്റ് ഫോർട്ടിലേക്ക് വരുന്ന റോഡിലാണ് ഈ ഒരു എയർ ഇന്ത്യയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ ആ ഓഫീസിന് മുന്നിൽ, അതിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലാണ്, HDFC ബാങ്കിന്റെയും ഈ ഒരു എയർ ഇന്ത്യയുടെ ഓഫീസിന് വരുന്ന ബിൽഡിംഗിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലാണ് ഇവർ മൃതദേഹം വെച്ചിട്ട് ഇതിന് മുന്നിൽ നിന്ന് സമരം ചെയ്യുന്നത്. ഇവർ നിലവിൽ അകത്തേക്ക് കടക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അന്ന്, അതായത് ഈ ഒരു എയർ ഇന്ത്യ സമരം നടന്ന സമയത്ത് ഇവർ നമ്മൾ അന്ന് കണ്ടതാണ്, മറ്റൊരു കുടുംബം, കിളിമാനൂരുള്ള ഒരു കുടുംബം കൂടി ഉണ്ടായിരുന്നു വിദേശത്തേക്ക് പോകാൻ. അവരും ഈ ഒരു കുടുംബത്തോടൊപ്പം സമരം ചെയ്തതിനു ശേഷമാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. ആ ഒരു കുടുംബം കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അത് ചേട്ടൻ സമരത്തിന് ഒപ്പം ഉണ്ടായിരുന്ന? സമരത്തിനൊപ്പം കൃത്യമായി ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് പോലീസിനെയൊക്കെ വിളിച്ചതും ഈ എല്ലാവരെയും നാട്ടുകാരെ അറിയിക്കണമെന്ന് കരുതിയതൊക്കെ. ഈ ഒരു മരണം കൃത്യമായും എയർ ഇന്ത്യ വിചാരിച്ചിരുന്നു എങ്കിൽ ഈ മരണം തടയാൻ കഴിയുമായിരുന്നു. പിറ്റന്നുള്ള രാവിലെ ഉള്ള ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാതെ ഈ കുടുംബത്തെ അവിടെ വിടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ ആളിനെ നോക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ വന്നിരുന്നു. നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ കക്ഷി മരിച്ചിരിക്കുന്നത്. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം എയർ ഇന്ത്യ ഏറ്റെടുത്തേ മതിയാവും. ആ ഒരു കുടുംബം വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങളുമായി താമസിക്കുന്ന ഒരു പെണ്ണുമാണ്. അതിന്റെ ഫുൾ ഇനിയുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യ ഏറ്റെടുത്തേ കഴിയൂ എന്നാണ്. അതിന് ശക്തമായ നിയമ നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും. സമരം തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റോളം പിന്നിടുന്നു. എയർ ഇന്ത്യ അധികൃതർ ആരെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങി സംസാരിച്ചു? ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എയർ ഇന്ത്യയിൽ ആരെങ്കിലും? ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഏകദേശം 4 ദിവസമാവുന്നു. ഇതുവരെയ്ക്കും കോൺടാക്ട് ചെയ്യുകയോ എന്തെങ്കിലും സംവിധാനം ചെയ്യാമെന്ന് പറയുകയോ ഒന്ന് കോൺടാക്ട് ചെയ്ത പോലും ഇതുവരെ ചെയ്തില്ല. ഇപ്പൊ എയർ ഇന്ത്യയുടെ മുന്നിലാണ് ഈ ബോഡി ഇവിടെ ഇരിക്കുന്നത്. ഇതുവരെ ഇവിടെ നിന്ന് ഒരു ഓഫീസിന്റെ സ്റ്റാഫ് വന്നിട്ട് എന്താണ് എന്നൊരു കാര്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. മോത്തി അത് തന്നെയാണ്. അതായത് എയർ ഇന്ത്യയുടെ മുന്നിലാണ് ഇപ്പോൾ ഇവർ ഒരു സമരവുമായി നിൽക്കുന്ന. സമരം ഏകദേശം 10-15ഓളം മിനിറ്റ് പിന്നിടുന്നു. പക്ഷേ നിലവിൽ ഈ ഓഫീസിനകത്ത്, അതായത് എയർ ഇന്ത്യയുടെ തിരുവനന്തപുരത്തുള്ള ഏക ഓഫീസാണ് ഈ ഇഞ്ചക്കൽ സ്ഥിതി ചെയ്യുന്ന എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറയുന്ന ഓഫീസ്. ഈ ഓഫീസിനുള്ളിൽ നിന്ന് ആരും തന്നെ പുറത്തേക്ക് വരികയോ എന്തുകൊണ്ട് ഈ ഒരു സമരം നടത്തുന്നോ എന്നുള്ള കാര്യം പോലും തിരക്കാൻ ആരും തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണുള്ളത്. അദ്ദേഹം ഈ ഒരു ഡോറൊക്കെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമൃതയുടെ ബന്ധുക്കളോ കൂടെയുള്ളവരോ ഒന്നും തന്നെ അകത്തേക്ക് കടക്കാനോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും തന്നെ അവർ നിലവിൽ ശ്രമിച്ചിട്ടുമില്ല. നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായി സംസാരിച്ചത് അന്ന് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തന്നെ ഒമാനിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തുനിന്ന മറ്റൊരു കുടുംബമാണ് കിളിമാനൂരുള്ള. ഇദ്ദേഹത്തിന്റെ മകളും കൈക്കുഞ്ഞുമായാണ് മണിക്കൂറുകളോളം അന്ന് വിമാനത്താവളത്തിനുള്ളിൽ കാത്തിരുന്നത്. പക്ഷേ ഈ കൈക്കുഞ്ഞുമായി സമരം ചെയ്യുന്നത് കണ്ടിട്ടാവണം ഇവർക്ക് മാത്രം, അതായത് ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ അവസാനമായി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകൾക്കും ഈ 1 വയസ്സ് മാത്രം പറയാനുള്ള കൈക്കുഞ്ഞിനും അവർ തൊട്ടടുത്ത ദിവസമുള്ള വിമാനത്തിൽ ഒമാനിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷെ അവരോടൊപ്പം തന്നെ ഏറ്റവും അവസാന നിമിഷം വരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൽ ഇരുന്ന് സമരം ചെയ്തവരാണ് ഈ അമൃതയും അമൃതയുടെ അമ്മയും എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തൊട്ടടുത്ത ദിവസമുള്ള 9 മണിക്ക് 9-ാം തീയതി വൈകുന്നേരമുള്ള 5:30ക്കുള്ള വിമാനത്തിൽ ഇവർക്ക് പോകാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതും അവസാനം നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമൃതയ്ക്ക് മസ്കറ്റിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. സംസാരിച്ച് എല്ലാവരും സൂചിപ്പിക്കുന്ന, അതും അമൃതയും സൂചിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മരണമെന്ന് പറയുന്നത് നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവന്റെ മരണത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ പോലും അവരോടൊപ്പം അവസാന നിമിഷങ്ങളിൽ ഒന്ന് ഒപ്പം ഉണ്ടാവാനെങ്കിലും ആ ഭാര്യയ്ക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.